നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ നവംബർ മാസം കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യ പോയിന്റിലേക്ക് പോവാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് റിസർച്ച് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പുതിയൊരു കുരുമുളക് അവർ വികസിപ്പിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളകിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പഠിക്കണം. ചന്ദ്ര എന്നാണ് പേര്. പേരെന്താണ്? ചന്ദ്ര എന്നാണ് പേര്. പേര് ഓർത്തിരിക്കുക. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്താണ് സംഭവം എന്ന് ചോദിച്ചാല്, ബഹിരാകാശ നിലയം 2035 ഇന്ത്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പറയുന്നത്. ഭാരതീയ അന്തരീക്ഷ ഭവൻ അല്ലെങ്കിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കേട്ടോ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആണ്. അപ്പൊ എന്താണ് സംഭവം? 2035 ഇന്ത്യ നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് താമസിക്കാനും അവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും വേണ്ടി നിർമ്മിക്കുന്ന നിലയങ്ങളെയാണ് ബഹിരാകാശ നിലയങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ബഹിരാകാശ നിലയം നിങ്ങൾ ഇപ്പൊ പറയുവാണെങ്കിൽ ISS തീവ്രവാദി സംഘടനയല്ല കേട്ടോ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ നിലയം. കുറെ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ച ഒരു ബഹിരാകാശ നിലയമാണ് ISS എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ നിർമ്മിക്കുന്നതിന്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മള് ലയൺ സഫാരി പാർക്ക്, നെയ്യാർ ലയൺ സഫാരി പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിന്റെ ഫാക്ടുകൾ പഠിക്കാറുണ്ട്. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറാണ് എന്നൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പഠിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് മുതുകാടാണ്. കോഴിക്കോട് ജില്ലയിലെ മുതുകാട് ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക്, ലയൺ സഫാരി പാർക്ക് അല്ല, ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് മുതുകാട് ചക്കിട്ടപ്പാറ കോഴിക്കോട്. മുതുകാട് അത് ചക്കിട്ടപ്പാറയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ആദായ നികുതി ഓഫീസിന്റെ ഒരു മന്ദിരം കൊച്ചിയിൽ നിലവിൽ വന്നു. ആദായ നികുതി വകുപ്പിന്റെ ഒരു മന്ദിരം കൊച്ചിയിൽ നിലവിൽ വന്നു. അതിന്റെ പേരാണ് ആയ്ക്കർ ഭവൻ എന്നാണ് പേര്. ആയ്ക്കർ ഭവൻ. അപ്പോൾ ആയ്ക്കർ ഭവനാണ്. ആയ്ക്കർ ഭവൻ എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കണം, ആദായ നികുതി വകുപ്പിന്റെ മന്ദിരമാണ് ആയ്ക്കർ ഭവൻ. അതെവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോ ആയ്ക്കർ ഭവൻ, ആദായ നികുതി, ആ രീതിയിൽ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിലെ ഏറ്റവും വലുതാണ് SBI അല്ലെ. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിലെ ഏറ്റവും വലുതാണ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇതിന്റെ ചെയർമാന്റെ പേര് ദിനേശ്. പേരാണ് ദിനേശ് കുമാർ എന്നാണ് പേര്. ദിനേശ് കുമാർ ഖാര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. SBIയുടെ ചെയർമാന്റെ പേരാണ് ദിനേശ് കുമാർ ഖാര. എന്നാൽ SBIയുടെ MD, ഈ പുതിയൊരു MD വന്നു. MD എന്ന് പറയുമ്പോൾ മാനേജിംഗ് ഡയറക്ടർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറുടെ പേരാണ് വിനയ് എം തോൺസെ എന്നാണ് പേര്. ഇങ്ങനെയാണ് വിനയ് എം തോൺസെ എന്നാണ് പേര്. SBIയുടെ പുതിയ MDയുടെ പേരെന്ത്? SBIയുടെ പുതിയ MD മാനേജിംഗ് ഡയറക്ടറുടെ പേര് വിനയ് എം തോൺസെ. പഠിച്ചിരിക്കണം. വിനയ് എം തോൺസെ എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് ബുക്കർ പുരസ്കാരത്തെ കുറിച്ച് പറയാം. ബുക്കർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ബുക്കർ പുരസ്കാരം 2023 ലഭിക്കുന്നത് ഒരു അയർലൻഡുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് പോൾ ലിഞ്ച്. പഠിക്കണം. പോൾ ലിഞ്ച് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പേര് വരും. ഞാൻ പറയാറുണ്ട് ചില ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയാറുണ്ട്. പഠിച്ചിരിക്കണം.
പോൾ ലിഞ്ച്. അപ്പം ഈ ബുക്കർ പുരസ്കാരമുണ്ട് അതുപോലെ എന്താണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരമുണ്ട്. രണ്ടും ഈ ക്ലാസ്സിൽ ഞാനങ്ങ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ വെച്ച് നമ്മൾ അങ്ങ് പഠിച്ചു തീർക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ ബുക്കർ പുരസ്കാരവും ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരവും അത്യാവശ്യം വേണ്ടുന്നത് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ബുക്കർ പുരസ്കാരമാണ് ആദ്യം പറയുന്നത്. 2023 ലഭിച്ചത് ഒരു അയർലൻഡുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് പോൾ ലിഞ്ച്. ഈ പോൾ ലിഞ്ചിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ ആ കൃതിയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. പ്രോഫറ്റ് സോങ് കേട്ടോ, പ്രോഫറ്റ് സോങ് എന്നാണ് പേര്, പ്രോഫറ്റ് സോങ്. അപ്പൊ പോൾ ലിഞ്ചിന്റെ പ്രോഫറ്റ് സോങ് എന്ന് പറയുന്ന കൃതിക്ക് 2023 ബുക്കർ പുരസ്കാരം ലഭിച്ചു. ഇനി 2022 വരുമ്പോൾ, അപ്പൊ ഇത് 2022 വരുമ്പോൾ ഒരു ശ്രീലങ്കക്കാരനാണ് കിട്ടുന്നത്. 2022 കിട്ടുന്നത്. പേരെന്താണെന്നറിയോ? പേര് ഷഹാൻ കരുണ തിലക. ഇങ്ങനെയുള്ള പേര് കാണുമ്പോഴേ നമുക്കറിയാം ശ്രീലങ്കൻ സ്വദേശിയായിരിക്കും. ഷഹാൻ കരുണ തിലക. അപ്പൊ ഷഹാൻ കരുണ തിലകയ്ക്കാണ് 2022 കിട്ടുന്നത്. ഏത് കൃതിയാണെന്ന് ചോദിച്ചാൽ ആ കൃതിയുടെ പേരാണ് സെവൻ മൂൺസ് ഓഫ് മാലി അൽമെയ്ഡ. എന്ന് പറയുന്ന കൃതിക്ക് 2022 ബുക്കർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഷഹാൻ കരുണ തിലകയ്ക്ക് ലഭിച്ചു. പഠിച്ചോണം, ഷഹാൻ കരുണ തിലക, ശ്രീലങ്ക. അപ്പൊ ബുക്കർ പുരസ്കാരം ഇവിടെ സെറ്റായി. 23, 22 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണം. ഇനി ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരമാണ് പറയുന്നത്. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം 2023 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ പേരാണ് ജോർജി. എന്താണ്? ജോർജി. മുഴുവൻ പേര് ജോർജി ഗോസ്പോഡിനോവ് എന്നാണ് പേര്. എന്നാണ് പേര്. ജോർജി ഗോസ്, GOS, ഗോസ്. കണ്ടോ, എളുപ്പമുള്ള പേരാ. ഗോസ്പോഡിനോവ്. കണ്ടോ, ജോർജി ഗോസ്പോഡിനോവ്. അപ്പോ 2023 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് ജോർജി ഗോസ്പോഡിനോവിനാണ്. പഠിക്കണം, ജോർജി ഗോസ്പോഡിനോവ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന കൃതി. ഇപ്പൊ ജോർജി ഗോസ്പോഡിനോ എന്ന് പറയുന്നത് ബൾഗേറിയൻ ഭാഷയിലുള്ള എഴുത്തുകാരനാണ്. ബൾഗേറിയൻ കേട്ടോ, ബൾഗേറിയൻ എഴുത്തുകാരനാണ് ആര്? ജോർജി ഗോസ്പോഡിനോവ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയാണ് ടൈം ഷെൽട്ടർ. പഠിക്കണം, ജോർജി ഗോസ്പോഡിനോവിന്റെ കൃതിയുടെ പേര് ടൈം ഷെൽട്ടർ എന്നാണ്. പഠിക്കേണ്ട പോയിന്റ് ആണ് ടൈം ഷെൽട്ടർ. ഈ ടൈം ഷെൽട്ടർ എന്ന് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അതുകൂടെ നിങ്ങൾ അവിടെ ഓർക്കണം. അപ്പൊ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം എപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിലുള്ള കൃതികൾക്കേ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളുടെ പേരാണ് അംഗേല റോഡൽ എന്നാണ് പേര്. അംഗേല റോഡൽ എന്നാണ് പേര്. അപ്പൊ 2023 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 2023 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് ജോർജി ഗോസ്പോഡിനോവ്. കണ്ടോ, ജോർജി ഗോസ്പോഡിനോവ്. ടൈം ഷെൽട്ടർ അംഗേല റോഡലാണ് തർജ്ജമ ചെയ്തത്. ഓക്കെ, ഇനി 2022 ഒന്ന് നിങ്ങൾ കരുതിയിരിക്കണം. 2022 കാരണം 2022 കിട്ടുന്നത് ഒരു ഇന്ത്യക്കാരിയാണ്. ഒരു ഇന്ത്യനാണ് കിട്ടുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരിക്ക് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യന് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത്. 2022 കിട്ടിയ ആളുടെ പേരാണ് ഗീതാഞ്ജലി ശ്രീ എന്നാണ് പേര്. ഗീതാഞ്ജലി ശ്രീ. അപ്പൊ 2022 ലഭിക്കുന്ന ആർക്കാണ്? ഗീതാഞ്ജലി ശ്രീയുടെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാല് ടോംബ് ഓഫ് സാൻഡ് എന്നാണ് പേര്. ടോംബ് ഓഫ് സാൻഡ്. അപ്പൊ 2022 കിട്ടിയത് ഒരു ഇന്ത്യക്കാരിക്കാണ്, ഗീതാഞ്ജലി ശ്രീ ആണ്. കൃതിയുടെ പേര് ടോംബ് ഓഫ് സാൻഡ്.
ടോംബ് ഓഫ് സാൻഡ്. ടോംബ് ഓഫ് സാൻഡ് ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ടോംബ് ഓഫ് സാൻഡ് എന്ന പേരിൽ ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളുടെ പേര് ഡെയ്സി റോക്വെൽ എന്നാണ് പേര്. ഡെയ്സി 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 കേട്ടിട്ടുള്ളത്? ഡെയ്സി റോക്വെൽ. ഡെയ്സി റോക്വെൽ എന്നാണ് പേര്. ഡെയ്സി റോക്വെൽ എന്നാണ് പേര്. അപ്പം എന്തായി? ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരവും നമ്മൾ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബുക്കർ പുരസ്കാരവും ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരവും നമ്മൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് കെ റീപ്പ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് കെ റീപ്പ്. എന്താ പഠിക്കുന്നത്? കെ റീപ്പ്. കെ റീപ്പ് എന്താ സംഭവം എന്ന് ചോദിച്ചാല് ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരു സോഫ്റ്റ്വെയർ ആണ് കെ റീപ്പ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ആണ്. ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ കേരളത്തിലെ സർവകലാശാലകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത്, കേരളത്തിലെ സർവകലാശാലകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് കെ റീപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ സർവകലാശാലകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് കെ റീപ്പ്. കെ റീപ്പ്. അപ്പൊ ഇവിടെ ഒരു പൂർണ്ണരൂപമുണ്ട്. എന്താണ് പൂർണ്ണരൂപം എന്ന് ചോദിച്ചാല് കേരള, കെ എന്ന് പറയുമ്പോൾ കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്നാണ്. ഒന്നുകൂടെ, കേരള സോഫ്റ്റ്വെയർ ആണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പദ്ധതിയാണിത്. കേരളത്തിലെ സർവകലാശാലകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. ഓക്കെ, അതൊന്ന് വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത പോയിന്റ് ഒരു ടെന്നീസ് കപ്പാണ്. ഒരു ടെന്നീസ് കപ്പാണ്. ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ്. ഡേവിസ് കപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആ രീതിയിൽ ചോദ്യം വന്നാൽ എഴുതണം. ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ്. റിലേറ്റ് ചെയ്ത് ചോദിക്കാം. അങ്ങനെ ചോദ്യം ചോദിക്കാം. കാരണം കലാ, കായിക, സാഹിത്യ, സംസ്കാരം ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ രീതിയിൽ വരാം. വന്നിട്ടുണ്ട് നേരത്തെ. ഡേവിസ് കപ്പ് ഏത് ടൂർണമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. 2023 ഡേവിസ് ടെന്നീസ് ടൂർണമെന്റിൽ ആര് ജേതാക്കളായി? 2023 ഡേവിസ് കപ്പ് ജേതാക്കളായത് ഇറ്റലി. ഇറ്റലി 2023 ഡേവിസ് കപ്പ് ജേതാക്കളായത് ആരാണ്? ഇറ്റലിയാണ് ജേതാക്കളായത്. റണ്ണറപ്പ് ആയത് ആര്? റണ്ണറപ്പ് ആയത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ ആണ് ഇത് കേട്ടോ. ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ, അർജന്റീന എന്ന് വായിക്കല്ലോ. ഓസ്ട്രേലിയ. അപ്പൊ 2023 ഡേവിസ് കപ്പിൽ ജേതാക്കളായത് ഇറ്റലി, റണ്ണറപ്പ് ആയത് ഓസ്ട്രേലിയ. ജേതാക്കളായത് ഇറ്റലി, റണ്ണറപ്പ് ആയത് ഓസ്ട്രേലിയ. ഡേവിസ് കപ്പ് മറന്നു പോകാൻ സാധ്യതയുള്ളതാണെന്ന് ശ്രദ്ധിച്ചോർത്തിരിക്കുക. അടുത്തത് ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ് പരിചയപ്പെടുത്താനുള്ളത്. ചുഴലിക്കാറ്റാണ്. അപ്പൊ ആ ചുഴലിക്കാറ്റിന്റെ പേരാണ് മിഗ് ജാം എന്നാണ് പേര്. മിഗ് ജാം. അപ്പൊ പേര് പഠിക്കണം. മിഗ് ജാം ഇങ്ങനെയാണ്. മിഗ് ജാം എന്നാണ് പേര്. മിഗ് ജാം. മിഗ് ജാം. എന്ത് ജാമാണ്? മിഗ് ജാം. ഈ മിഗ് ജാം എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയടിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ്. അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് മിഗ് ജാം. മിഗ് ജാം. അപ്പൊ ഇത് വേറൊരു പേരുണ്ട്. മിഷോൺ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. മിഷോൺ എന്നൊരു പേരൂടെ ഉണ്ട് കേട്ടോ. മിഷോൺ എന്നൊരു പേരൂടെ ഉണ്ട്. അപ്പൊ മിഗ് ജാം അല്ലെങ്കിൽ മിഷോൺ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇതിന് പേര് കൊടുത്തത് മ്യാൻമർ ആണ്. മ്യാൻമർ പേര് കൊടുത്ത രാജ്യമാണ് മ്യാൻമർ. മ്യാൻമർ പ്രത്യേകം ഓർത്തോണം. മിഗ് ജാം എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ബംഗാൾ ഉൾക്കടലിലാണ്. അതിന്റെ മറ്റൊരു പേരാണ് മിഷോൺ. അതിന് പേര് നൽകിയത് മ്യാൻമർ ആണ്. ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞാണ് ചെന്നൈയില് വെള്ളപ്പൊക്കം വന്നു അല്ലെ. അപ്പൊ ചെന്നൈയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതായിരുന്നു? അതായിരുന്നു മിഗ് ജാം കേട്ടോ. ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിന് കാരണമായത് ഏത് ചുഴലിക്കാറ്റാണ്? മിഗ് ജാം അല്ലെ. തിരിച്ചും ചോദിക്കാം. മിഗ് ജാം ചുഴലിക്കാറ്റ് കാരണം ഇന്ത്യയിൽ ഏത് നഗരത്താണ് വെള്ളപ്പൊക്കം ഉണ്ടായത്? ചെന്നൈ. ആ രീതിയിലും അവിടെ നിങ്ങൾ ഈ ചുഴലിക്കാറ്റിനെ ഒന്ന് സ്മരിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി. അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് എന്താണ്? ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയാണ്. ലോക കാലാവസ്ഥാ വ്യതിയാന
കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി. ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി. ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2023. ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2023. ഇതിന്റെ മറ്റൊരു പേരാണ് COP, COP 28. COP 28. COP എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ള രീതിയിലാണ് അവിടെ COP എന്നവിടെ കൊടുത്തിരിക്കുന്നത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അല്ലെങ്കിൽ COP 28, 28ാമത്തെ ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ദുബായ്. അപ്പൊ വർഷം ഓർത്തോണം 2023. 2023 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അല്ലെങ്കിൽ COP 28 വേദി ദുബായ് ആണ്. വേദി എവിടെയാണ്? ദുബായ് ആണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 27 അല്ലെങ്കിൽ 27ാമത് ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ഈജിപ്ത് ആണ്. ഈജിപ്ത് 2022 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ഈജിപ്ത് ആണ്. 21 അതായത് 26ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP 26 വേദി എന്ന് പറയുന്നത് ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ കേട്ടോ. 26ാമത്തെ ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അല്ലെങ്കിൽ 2021 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബ്രിട്ടൻ ആണ്. അപ്പൊ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി പരീക്ഷകളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് അത്ര അവിടെ പറഞ്ഞത്. ദുബായ് ഓർത്തോണം, ഈജിപ്ത് ഓർത്തോണം, ബ്രിട്ടനും ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു ഭാഗവും കൂടെ പറഞ്ഞു തീർത്തപ്പോൾ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് ഇവിടെ പൂർത്തിയാവുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.